ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസ് അവസാനിപ്പിച്ച് ഹൈക്കോടതി. കേസെടുക്കാൻ തെളിവില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് നടന്നിട്ടില്ല എന്നും ആണ് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിനു പിന്നാലെ വൈകാരിക പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിലും രംഗത്തെത്തി. അതെല്ലാം നമ്മൾ കണ്ടു. ജനങ്ങൾക്ക് മുന്നിൽ അഗ്നിശുദ്ധി വരുത്താൻ കഴിഞ്ഞെന്നാണ് അജയ് തറയിൽ ഇന്ന് പറഞ്ഞത്. അജയ് തറയിലിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ലെങ്കിലും കോൺഗ്രസിന് ഇത് ആശ്വാസമാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിക്കൂട്ടിലായ സർക്കാർ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൂടി പ്രതിയാക്കാനുള്ള നീക്കമായിരുന്നു കൊടിമരക്കൊള്ള എന്നാണ് ഉയർന്ന വിമർശനം. എന്തായാലും ഹൈക്കോടതി വിധി കോൺഗ്രസിന് അനുകൂലമാണ്. ഇതിനി വോട്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ശ്രീരാജ് പത്തനംതിട്ടയിലുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. കോൺഗ്രസിന് ആശ്വാസമാകുമോ? തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ? കോൺഗ്രസിന് എന്തോ ആശ്വാസം? കോൺഗ്രസ് ഇവിടെ ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണം LDFന്റെ ഭരണമല്ലേ. LDFന്റെ ഭരണത്തിൽ പൊതുവെ അസംതൃപ്തിയാണ്. പ്രത്യേകിച്ച് മറ്റേ ആ ഒരു സ്വർണ്ണ കേസിന്റെ പ്രശ്നമെല്ലാം കൂടെ വന്ന് മിക്കവാറും അത് UDFന് അനുകൂലമായിരിക്കും. പ്രതീക്ഷിക്കാൻ വകയില്ല. അതൊന്നും ജനങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കും. ഇലക്ഷൻ അത് എടുക്കുമെന്ന് തോന്നുന്നില്ല. പൊതുവെ എല്ലാവരും പറയുന്നത് ക്രമക്കേടുണ്ടെന്നാണ്. പക്ഷേ ഇത് രാഷ്ട്രീയത്തിനെ ബാധിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കും അതേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശബരിമല ബാധിക്കും ഇലക്ഷൻ. ആചാരവും വിശ്വാസവും ഉള്ളവർക്ക് അത് പ്രശ്നം തന്നെയാണ്. അതിനകത്ത് മായങ്ങൾ ചേർക്കാം. അവർ മായം ചേർത്തിട്ടുണ്ട്. ഇലക്ഷനെ ബാധിക്കും. തീർച്ചയായിട്ടും ആകും. കാരണം കോൺഗ്രസിന് യാതൊരു റോളും ഈ ശബരിമല വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയായിട്ട് കോൺഗ്രസിന് യാതൊരു റോളും ഇല്ലായിരുന്നല്ലോ. അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്ന കേസില്ലായിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞപ്പോൾ സന്തോഷമായി. ശബരിമല സ്വർണ്ണക്കൊള്ള ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നാണ് അവരുടെ ആശങ്ക. എന്നാൽ ഇന്നുണ്ടായ കോടതി വിധി കോൺഗ്രസിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.